നമസ്കാരം. കാർമൽ കാം കളക്റ്റീവിൻ്റെ ഭാഗമായി പാരൻറ്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ടോപ്പിക്കുകൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മളിവിടെ ചർച്ച ചെയ്തു പോകുന്നു. അതിൽ ഏഴാമത്തെ ഒരു സെഷനാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ആസ് എ പാരൻറ്റ്, നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ഇങ്ങനെ ഒരു ചോദ്യത്തിന് ധാരാളം ഉത്തരങ്ങൾ ഉണ്ടാകും. എഡ്യൂക്കേഷൻ, ഫുഡ്, ഷെൽട്ടർ, നല്ലൊരു കാരിയർ, ഗൈഡൻസ് എന്നിങ്ങനെ. ഇതുകൂടാതെ നമ്മൾ പറയും ലവ്, പ്രൊട്ടക്ഷൻ, ഇങ്ങനെ പല സംഗതികളും നമുക്ക് പറയാറുണ്ട്. ഇതിനെല്ലാം ഒരുമിച്ച് ഒരൊറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ആസ് എ പാരൻ്റ് എന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു സംഗതി സെക്യൂരിറ്റി. ഈ ഒരു സംഗതി കുട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിൻ്റെ പുറകെ വന്നുകൊള്ളും. അതിനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ നല്ലൊരു എഫക്റ്റീവ് പാരൻറ്റിംഗ് ആയി എന്ന് നമുക്ക് പറയാം. ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 3Ls ഓഫ് പാരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് 3L? നമുക്കറിയാവുന്നതാണ്, നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അതിൽ ആദ്യത്തെ L എന്ന് പറയുന്നത് ലവ്. അതെന്താണ് ലവ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, പാരൻസ് എല്ലാം കുട്ടികളെ സ്നേഹിക്കുന്നില്ലേ, കുട്ടികൾക്കെല്ലാം സ്നേഹം കൊടുക്കുന്നില്ലേ എന്ന്. ഉണ്ട്, തീർച്ചയായിട്ടും കുട്ടികളെ സ്നേഹിക്കാത്ത പാരൻസ് ഇല്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് നമ്മളത് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പല ആളുകളും പറയും കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളോട് അമിതമായ സ്നേഹം പ്രകടിപ്പിച്ചാൽ അവർ വഷളാവും, അല്ലെങ്കിൽ അവർ തലയിൽ കയറി നിന്നിറങ്ങും, അതൊക്കെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. അതെങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ നമ്മളെപ്പോഴും പറയാറുള്ള, ചർച്ച ചെയ്യാറുള്ള ഒരു ആക്റ്റീവ് ലിസണിങ്ങിൽ കൂടെ തന്നെയാണ്. ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കുട്ടികൾ പറയുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത്. അത് എന്തോ ആയിക്കോട്ടെ, ഏത് പ്രായത്തിലും ആയിക്കോട്ടെ, കുട്ടികൾ പറയുന്നത് നമ്മൾ ശ്രവിക്കുക, നല്ലൊരു ശ്രോതാവായിരിക്കുക മാത്രം. അതുതന്നെയാണ് ഏറ്റവും ഫലപ്രദമായൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, കുറച്ച് അവർ പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യാം. ആ റെസ്പോണ്ട് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ചൊന്ന് ഒരു കരുതൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ളതാണ്. എങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം? ഇപ്പോൾ ഒരു കുട്ടി വന്നൊരു കാര്യം പറയുകയാണ്, ചെറിയ കുട്ടി, ഞാൻ പാറ്റയെ കണ്ട് പേടിച്ചു കിട്ടോ, അല്ലെങ്കിൽ പല്ലിയെ കണ്ട് പേടിച്ചു കിട്ടോ എന്ന് ഒരു ചെറിയ കുട്ടി വന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുക? അതൊരു പാറ്റയല്ലേ, അതല്ലെങ്കിൽ ഒരു പല്ലിയല്ലേ? ഈ ഒരു തരത്തിലായിരിക്കാം പലരുടെയും റെസ്പോൺസ്. പക്ഷേ ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ എന്താ തോന്നുക? സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞ കാര്യം അതത്ര കാര്യമായിട്ട് എടുത്തില്ല എന്ന് കുട്ടികൾക്ക് തോന്നാം. എന്നാൽ നേരെ മറിച്ച് പാറ്റയെ കണ്ട് പേടിച്ചൂലേ എന്നുള്ള ആ ഒരു ടോൺ മാറ്റിയിട്ടുള്ള ഒരു റെസ്പോൺസ്, അങ്ങനെ ആകുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് കുട്ടി പറയുന്ന കാര്യം, ആ കാര്യത്തിലെ കണ്ടൻറ്റ് ആദ്യം ആസ് എ പാരൻ്റ് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് ആ കണ്ടൻറ്റിന് കുട്ടി എന്ത് ഫീലിംഗാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കണ്ടൻറ്റിന് കുട്ടിക്ക് എന്ത് ഫീലിംഗാണ് ഉണ്ടാകുന്നത്, ആ ഫീലിംഗ് ആ ഫീലിംഗ് നമ്മൾ ഉൾക്കൊണ്ട്, ആസ് എ പാരൻ്റ് എന്ന നിലയിൽ നമ്മൾ ഉൾക്കൊണ്ട് എംപതറ്റിക്കായിട്ട് നമ്മളതിന് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും അതിനൊരു കണ്ടൻറ് ഫീലിംഗ് റെസ്പോൺസ് എന്നാണ് അതിൽ പറയുക. ആ ഒരു കണ്ടൻറ് ഫീലിംഗ് റെസ്പോൺസ് പ്രോപ്പറായി കഴിഞ്ഞാൽ നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബോണ്ടിങ്, ഒരു ലവ് ഒക്കെ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ലവ് എന്ന് പറയുന്നത് എപ്പോഴും അൺകണ്ടീഷണൽ ആയിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ അൺകണ്ടീഷണൽ അല്ലേ എന്ന്. അതും നമുക്കൊന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒരു ചെറിയ കുട്ടി വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ആദ്യം പറയുക? വാശി പിടിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ മിഠായി തരാം. അപ്പോൾ എന്തായി? ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ബ്രെയിനിൽ ആ ഒരു മെസ്സേജ് കോഡ് ചെയ്യുകയാണ്. വാശി പിടിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു മിഠായി കിട്ടും, അല്ലെങ്കിൽ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വാശി പിടിച്ചാൽ മതി. തിരിച്ചും ചിന്തിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാരൻ്റ് എന്ന നിലയിൽ അവിടെ ഒരു പ്രോമിസാണ് നൽകുന്നത്. അതായത് കുട്ടി വാശി പിടിക്കുന്നുണ്ട്, ആ വാശി നിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? കുട്ടിയുടെ ആവശ്യമില്ല, പാരൻറ്റിൻ്റെ ആവശ്യമാണ് അവിടെ. അപ്പോൾ പാരൻറ്റിൻ്റെ ആവശ്യം അവിടെ നിറവേറ്റാൻ പാരൻ്റ് അവിടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. മിഠായി എന്ന് പറയുന്നത് സംഭവം ചെറുതാണെങ്കിലും അതൊരു പ്രോമിസാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി എന്തായി? അവിടെ ഒരു ഡിമാൻഡിൽ പഠിക്കുകയാണ്. അപ്പോൾ പിന്നീട് കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ മിഠായി എന്ന് പറയുന്ന സംഭവം എന്താണ്? അവിടെ ഇന്ന് മിഠായി ആണെങ്കിൽ നാളെ അതിൻ്റെ ആ ഒരു ഐറ്റം മാറി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10th ഫുൾ A+ വാങ്ങിയാൽ ഒരു സൈക്കിൾ വാങ്ങാം. ഇന്നിപ്പോൾ സൈക്കിളല്ലാതെ ബൈക്കോ ബുള്ളറ്റോ എന്തൊക്കെ ആയി മാറുകയാണ്. പിന്നെ നാളെ 12th ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാർ വാങ്ങിത്തരാം. അപ്പോൾ പാരൻസ് അൺകോൺഷ്യസ്ലി ഈ പ്രോമിസിൽ പെട്ടുപോവുകയാണ്. ഇറ്റ്സ് എ ഗെയിം, സൈക്കോളജിക്കലി ഗെയിം എന്നാണ് അതിന് പറയുക. സ്വാഭാവികമായിട്ടും കുട്ടി എന്താണ്? അവരും ആ ഒരു ഡിമാൻഡിൽ നിൽക്കുകയാണ്. 10th ഫുൾ A+ വാങ്ങിയാൽ എനിക്കൊരു ബൈക്ക് കിട്ടും, ഗ്രാജുവേഷൻ ആണെങ്കിൽ എനിക്കൊരു കാറ് അല്ലെങ്കിൽ മൊബൈൽ. കാറൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ കാറും ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ പ്രോമിസ്, ഡിമാൻഡ്, അങ്ങനൊരു സംഭവം അവിടെ വരികയാണ്. ആക്ച്വലി ഇതൊരു അൺകണ്ടീഷണൽ ലവ് ആണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. തീർച്ചയായിട്ടും അതൊരു കണ്ടീഷണലായി മാറുകയല്ലേ. ഇനി മൂന്നാമത്തെ പറയുന്നതാണ് ജെനുവിനായിരിക്കണം. നമ്മൾ വിചാരിക്കും ജെനുവിനല്ലേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം ആണ്. എന്നിരുന്നാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇത് കണ്ടീഷണലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും ഒരു ജെനുവിനായിട്ടുള്ള ലവ് ആണ്, അതും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒഴിവാക്കി അതിനെ അൺകണ്ടീഷണൽ ആക്കിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അംഗീകാരം, അപ്രീസിയേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ ഒരു ഭാഗമുണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ്, TA എന്നൊക്കെ പറയും. അതിലെ ഒരു ഭാഗമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കുട്ടികൾക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ ഇപ്പം പിശുക്ക് കാണിക്കരുത്, നമ്മൾ മടിക്കരുത്. കാരണം ഈ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടി ആ ഒരു ശീലമുള്ള കുട്ടിക്ക് മാത്രമേ വേറൊരാൾക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ അവിടെ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ കുട്ടിക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അവോയ്ഡ് നെഗറ്റീവ് സ്ട്രോക്സ്. നമ്മൾ കുട്ടികളെ പലപ്പോഴും കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ എന്നെക്കൊണ്ട് ഇത്രയ്ക്ക് മാർക്ക് വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കിതൊക്കെ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയ്ക്കേ പറ്റൂ, നമുക്കതിനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സ്ട്രോക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും പോസിറ്റീവ് സ്ട്രോക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ആ കുട്ടി മടി കാണിക്കും. ഇതൊന്നും മേണച്ച് ചെയ്യുന്നതല്ല കേട്ടോ, അതൊക്കെ അൺകോൺഷ്യസ്ലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴും നെഗറ്റീവ് സ്ട്രോക്ക് കിട്ടി വളർന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പോസിറ്റീവ് സ്ട്രോക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഓരോ ഇൻസിഡൻറ്റിലും അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് പോസിറ്റീവ് സ്ട്രോക്ക്. പിന്നെ മാത്രമല്ല, ഈ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ കൊടുക്കണം. അതായത് കുട്ടി ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വേണം ആ സ്ട്രോക്ക് കിട്ടാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, കാടടച്ച് വെടിവെക്കുക എന്ന് പറയും. അതായത് നമ്മളവിടെ സ്ട്രോക്ക് കൊടുക്കും, അതെവിടെയെങ്കിലും പോയിട്ട് തട്ടട്ടെ എന്നുള്ള രീതിയിൽ, അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഉന്നം നോക്കി വെടിവെക്കുക എന്നാണ് അതിന് പറയുക. കുട്ടി എന്താ ആഗ്രഹിക്കുന്നത് വെച്ചാൽ കുട്ടിക്ക് വേണ്ട സ്ഥലത്ത് വേണം ആ സ്ട്രോക്ക് കിട്ടാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12th ഫുൾ A+ വാങ്ങി, അതേസമയം നന്നായിട്ടൊരു എന്തെങ്കിലും ഒരു ഡ്രാമ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഫുൾ A+ വാങ്ങിയതിന് ധാരാളം സ്ട്രോക്ക് കിട്ടും, പല ഭാഗത്തു നിന്നും കിട്ടും. ഒരുപക്ഷെ അതിൻ്റെ ആ ഒരു സ്ട്രോക്കിൻ്റെ ആ ഒരു എക്സസിൽ ഇത് ചിലപ്പോൾ അങ്ങോട്ട്
ബാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഇതിൽ സ്ട്രോക്ക് കിട്ടാനായിരിക്കും. അപ്പം എന്തായി, അവനവിടെ അതിൽ സ്ട്രോക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു വിഷമം ഉള്ളിൽ തീർച്ചയായിട്ടും കിടക്കും. അങ്ങനെ പല എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ. അതുകൊണ്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട ആളുകൾക്ക് അതങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ് പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ലവ് എന്ന് പറയുന്നതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്സ്. അതും നമുക്കറിയാം എന്താണ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഒരു പരിധി തന്നെ. അത് എന്തിന് എന്നുള്ളതാണ്. അത് ആസ് എ പാരൻറ്റ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം. അതൊരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറി നമുക്കവിടെ സെറ്റ് ചെയ്യാം കുട്ടികളുടെ നേരെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിക്ക് അതുണ്ട്, അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഇതുണ്ട്, അച്ഛൻ അത് വാങ്ങിക്കൊടുത്തു, അമ്മ ഇത് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ ധാരാളം പറയണ കേൾക്കാം. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് മെസ്സേജാണ്. കാരണം ആ കുട്ടിക്ക് അതുണ്ട്, എനിക്കും അതുപോലത്തെ വേണം. ഒരുപക്ഷെ ചില കുട്ടികൾ പറയുമായിരിക്കും, ചില കുട്ടികൾ പറയില്ല. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ആദ്യം എന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ, എൻ്റെ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി അഥവാ ആവശ്യമുണ്ടെങ്കിൽ തന്നെ എന്നെ കൊണ്ടത് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് ആ കുട്ടിയോട് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കി നോക്കാം. അതായത് ചിലർക്ക് ചില സമയത്ത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് അവനതുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് നമുക്കത് വേണം, ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലർ റെസ്പോണ്ട് ചെയ്യുക എങ്ങനെയാണ്, ഓ എൻ്റെ കുട്ടിക്കത് ഇല്ല, എല്ലാവർക്കും ഉണ്ടെങ്കിൽ കുട്ടിക്കത് വിഷമാവണ്ട എന്നുള്ള രീതിയിലാണ്. ഇത് രണ്ടും ഒന്ന് അഗ്രസീവായിട്ടുമാണ്, പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് സബ്മിസീവായിട്ടുമാണ്. ഈ അഗ്രസീവായിട്ട് നമ്മളത് ചിന്തിക്കുമ്പോൾ എന്താണ് അതിലുണ്ടാവുക, അത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് അത് അവനെ തീർച്ചയായിട്ടും ഹേർട്ട് ചെയ്യും. അവിടെ ആ ബൗണ്ടറിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സബ്മിസീവ് ആവുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എല്ലാവർക്കും ഉണ്ട്, എൻ്റെ കുട്ടിക്ക് മാത്രമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ആവശ്യം നിറവേറ്റാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ആവശ്യകത കൂടി വരും. നമ്മളും എന്താണ് സബ്മിസീവായിക്കൊണ്ടേയിരിക്കും. ഇത് രണ്ടുമല്ലാതെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് അസർട്ടീവായിട്ട് നമുക്ക് ആ ലിമിറ്റിനെ തീരുമാനിക്കാം. എങ്ങനെ എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് അതുണ്ട്, ഇറ്റ്സ് ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് നിനക്ക് വാങ്ങിത്തരാനുള്ള പൈസ ഇല്ല, നമുക്ക് ഫിനാൻഷ്യൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഉള്ള സമയത്ത് നോക്കാം, ആവശ്യം വരികയാണെങ്കിൽ നോ എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ അതില്ല, വാങ്ങിത്തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു അസർട്ടീവായിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. അത് പക്ഷേ ഒരു സുപ്രഭാതത്തിലൊന്നും നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ വളരെ ചൈൽഡ്ഹുഡ്, അതായത് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ആ ഒരു സ്റ്റേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളത് കുട്ടിയുമായിട്ട് ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാവും, അസർട്ടീവായിട്ട്. അതിലൂടെ തന്നെ നമുക്ക് ഐ മെസ്സേജ് കൊടുക്കാം, കുട്ടിയെ കുറ്റപ്പെടുത്താതെ. അതായത് നിനക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ, ഇപ്പോൾ അത് എനിക്ക് വാങ്ങിത്തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് എൻ്റെ ബുദ്ധിമുട്ടപ്പം എന്തായി, അവിടെ രണ്ട് കാര്യമുണ്ടാവും. എൻ്റെ ബുദ്ധിമുട്ട് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ഇപ്പോൾ ഫിനാൻസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫാമിലിയിൽ അത് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആവുകയും ചെയ്തു. പിന്നെ മാത്രം എന്തായി, അസർട്ടീവ്നെസ് അവിടെ നമുക്ക് വരികയും ചെയ്തു. പക്ഷെ എന്താ വെച്ചാൽ, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയണം. അതായത് ഇപ്പോൾ വേറൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നോ എന്ന് പറയുകയാണെങ്കിൽ അത് നോ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ കുട്ടി കുറേ നിലത്ത് കിടന്ന് ഉരുണ്ടു, വീണ്ടും അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ എന്തായി, ആ കുട്ടിക്ക് എന്ത് മെസ്സേജാണ് കിട്ടിയത്, ഇനി അടുത്ത ആവശ്യത്തിന് ഇതുപോലെ ഞാൻ റെസ്പോണ്ട് ചെയ്താൽ മതി, എൻ്റെ ആവശ്യം നടക്കാൻ ഇതുപോലെ ഞാൻ കുറച്ച് ചെയ്താൽ മതി എന്നുള്ള മെസ്സേജ് ആ കുട്ടിക്ക് കിട്ടി. പിന്നീട് ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇതാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ്, ആസ് എ പാരൻറ്റ് എന്നുള്ളതൊക്കെ ചില ലിമിറ്റ്സ് നമുക്ക് തന്നെ ചെയ്യാം. അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാം. ആ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റ് നിലനിർത്തി കൊണ്ടായിരിക്കണം. അതായത് കുട്ടിക്ക് കൊടുക്കാനുള്ള റെസ്പെക്റ്റ് കുട്ടിക്കും, അതോടൊപ്പം നമ്മുടെ സെൽഫ് ബൗണ്ടറിയും നമുക്കവിടെ കീപ്പ് ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് ലിമിറ്റ്സിൽ പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ
പറയുകയാണെങ്കിൽ ലിബർട്ടി, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യം, തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ സ്പേസ് കൊടുക്കണം. സ്വാതന്ത്ര്യം എന്നുവെച്ചാൽ എന്തിനുമുള്ള സ്വാതന്ത്ര്യം എന്നതിൽ അർത്ഥമില്ല. അത് എന്തിനൊക്കെ സ്വാതന്ത്ര്യം എന്തെന്നുള്ളത് അതും നമുക്ക് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമുക്കത് മനസ്സിലാക്കിയിട്ട് നമുക്കതിന് വേണ്ട സജഷനും നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കുട്ടികൾക്ക് കൊടുക്കാം. അതായത് പുതുതായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും എന്തിനുള്ള അവർക്ക് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് കൊടുക്കാം. അതിന് നമ്മൾ ആദ്യം തന്നെ അതിന് തയ്യാറെടുക്കണം. ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് നമ്മൾ അതിനുള്ള സ്പേസ് കൊടുക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് ആക്ച്വലി എല്ലാം അവിടെ നിൽക്കുന്നത്. കമ്മ്യൂണിക്കേഷന് നമ്മൾ നല്ലൊരു ശ്രോതാവായി കഴിഞ്ഞാൽ എന്തും കുട്ടിക്ക് പറയാം ഒരു പാരൻറ്റിനോട് എന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് പാരൻറ്റിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു ടീനേജിലേക്ക് കടക്കുന്ന ഒരു കുട്ടിക്ക് ഈവൻ ആ കുട്ടിയുടെ ഒരു റിലേഷൻഷിപ്പ് വരെ, അതിലുണ്ടാകുന്ന ബ്രേക്കപ്പ് വരെ, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഗിൽറ്റി ഫീലിംഗ് വരെ, അത് അത്ര പോലും ഒരു പാരൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് അവിടെ കിട്ടും. അതിനുള്ള ഒരു ലിബർട്ടി അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ എന്തും ചെയ്യാനുള്ള ഒരു ലിബർട്ടി എന്ന് നമുക്ക് പറയാൻ വയ്യ. അതല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3 Ls ഓഫ് പാരൻറ്റിങ് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഇഫക്റ്റീവ് പാരൻറ്റിങ് എന്ന് നമുക്ക് മനസ്സിലാക്കുക? നമ്മൾ കൊടുക്കുന്ന പാരൻറ്റിങ് ഇഫക്റ്റീവാണോ എന്ന് എങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാക്കാം? അതിൻ്റെ തീർച്ചയായിട്ടും ഔട്ട്കം നോക്കിയിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. ഓട്ടോണോമി, സെൽഫ് എസ്റ്റീം, സെക്യൂരിറ്റി ഫീലിംഗ്, സെൽഫ് കോൺഫിഡൻസ്, ഏത് ചലഞ്ചിനെയും ഫേസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ്, ഇതൊക്കെ ഒരു കുട്ടിയിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് പറയാം അതൊരു എഫക്റ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഔട്ട്കം ആണെന്ന്. എന്നാൽ നേരെ മറിച്ച് പല കുട്ടികളിലും നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ പലരും സ്ട്രെസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് കേട്ടോ, ഇന്ന കാരണമൊന്നുമില്ല. ഒരു കുട്ടിക്ക് ഒരു കാരണമാണെങ്കിൽ വേറെ കുട്ടിക്ക് വേറെ കാരണമായിരിക്കാം. പലരും സ്ട്രെസ് ആയിരിക്കാം, ആങ്ഷ്യസ് ആയിരിക്കാം, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നാൽ ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പലർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കുട്ടിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻഎഫക്റ്റീവ് പാരൻറ്റിങ് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു പാരൻറ്റിങ്ങിൻ്റെ കുറ്റവും കുറവുമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പലപ്പോഴും പാരൻസിനുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, പാരൻ്റൽ ആങ്സൈറ്റി, പാരൻ്റൽ സ്ട്രെസ്, ഇതൊക്കെ കുട്ടികളിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. പലപ്പോഴും നമ്മൾ കാണാം പല പാരൻസും പുറത്തൊക്കെ ധാരാളം പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം ഞാൻ ചീത്ത പറഞ്ഞു, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് എന്തോ ആയിക്കോട്ടെ, ജോലി സ്ട്രെസ് ആയിക്കോട്ടെ, ഫാമിലി ഇഷ്യൂ ആയിക്കോട്ടെ, മേ ബി ഫിനാൻഷ്യൽ, സോഷ്യൽ, അങ്ങനെയുള്ളത്, അത് മുഴുവൻ കുട്ടികളിൽ വരുന്ന ആ ഒരു പ്രവണത കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള പാരൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പല ചലഞ്ചിനെയും ഫേസ് ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എ പ്രോപ്പർ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് സാധ്യമാണ്. ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും നേരം നമ്മൾ കണ്ട ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാ പാരൻസിനും എല്ലാവർക്കും ഏറ്റവും നന്ദി. താങ്ക്സ്.